ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്ത വരും, ഇതിച്ചിരി അതിന് കിടന്ന ആത്മീയ ചിന്തയല്ലേ, ഇതുപോലെ നടക്കുന്ന കാര്യമാണോ, ആദ്യം വല്ലതും തിന്നാൻ വേണ്ടേ, എന്നിട്ട് വല്ലേ ദൈവത്തിന്റെ കാര്യവും ദൈവത്തിന്റെ വചനവും ഒക്കെ നമുക്ക് പറ്റുള്ളൂ, വിശക്കുന്നവന് അപ്പത്തിന് രൂപത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെയുള്ള ചൊല്ലുകളൊക്കെ നമുക്കറിയാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനെന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനകൾ നടക്കുന്നതായ തിരുവചന വിചിന്തന പരമ്പരയുടെ 66-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 4-ാമത്തെ യാചന, ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആവശ്യകമായ ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് പെട്ടെന്ന് ശ്രദ്ധിച്ചു. ദൈവം വെച്ചതായ ക്രമത്തിൽ നമ്മൾ അവയെ നിരീക്ഷിക്കുമ്പോൾ ആവശ്യകമായ ആഹാരങ്ങളിൽ ഒന്നാമത് നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ഏദൻ തോട്ടത്തിൽ ദൈവം ആദ്യ മാതാപിതാക്കളെ സൃഷ്ടിച്ച് ആക്കിയതിനു ശേഷം അവർക്ക് തൻ്റെ വചനം കൊടുത്തു. ഈ തോട്ടം സംരക്ഷിക്കാനും കൃഷി ചെയ്യാനും നിങ്ങളെ ഏൽപ്പിക്കുന്നു. നന്മതിന്മയുടെ വൃക്ഷത്തിൽ നിങ്ങൾ ഭക്ഷിക്കരുത്, അത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും. അങ്ങനെ ചില വചനങ്ങൾ അവരുടെ ഉള്ളിൽ എഴുതി പതിച്ചു കൊടുക്കുകയാണ്. ആ വചനത്തിൽ അവർ നിലനിൽക്കും. അതുവഴി ഒരു കരുത്തോടെ ആയിരിക്കും ദൈവം ഉദ്ദേശിക്കുന്ന ഫലങ്ങൾ പുറപ്പെടുവിക്കും എന്ന് ദൈവം പ്രതീക്ഷിച്ചു. അതാണ് പിന്നീട് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പഠിപ്പിക്കുന്ന നമ്മൾ വായിക്കുന്നു. മുന്തിരിച്ചെടിയും ശാഖകളും അതിൽ വചനം വഴി ശുദ്ധീകരിച്ച് ഞാൻ നിങ്ങളെ, എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുമെങ്കിൽ, നിങ്ങൾ എന്നെ വസിക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ള ചോദിച്ചുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഉള്ളിലുള്ള അവസ്ഥയിലാണ് നമ്മൾ ആയിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അറിഞ്ഞ് നീങ്ങുക. യോഹന്നാന്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ ശമര്യക്കാരി സ്ത്രീയുടെ സംഭവം, അവള് സന്തോഷം നിറഞ്ഞ് പ്രവാചകനായി ഈശോയെ തിരിച്ചറിഞ്ഞിട്ട് സ്വന്തം ഗ്രാമത്തിലേക്ക് ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി കുടമവിടെ വെച്ചിട്ട് ഓടി പോകുമ്പോൾ അപ്പസ്തലന്മാരെത്തുന്നു ഭക്ഷണം കഴിക്കാനായിട്ട്. ആവശ്യപ്പെടുമ്പോൾ ഈശോ പറയുന്ന കമന്റ് നമുക്കറിയാം, നിങ്ങളറിയാത്ത ഭക്ഷണം എനിക്കുണ്ട്. അവർക്ക് കലക്കമായി. പിന്നെ ഈശോ വിസ്തരണം കൊടുക്കുകയാണ്, എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നതാണ് എൻ്റെ ഭക്ഷണം. പിതാവിൻ്റെ ഹിതം നിറവേറ്റുക, പിതാവിൻ്റെ ഹിതം, പിതാവിൻ്റെ ഉള്ള്, പിതാവ് അരുളി ചെയ്ത കാര്യങ്ങൾ പൂർത്തീകരിക്കുക. അപ്പോൾ നമുക്ക് മനുഷ്യമക്കൾക്ക് ഏറ്റവും ഒന്നാമതായിട്ട് വേണ്ട ഭക്ഷണം ദൈവത്തിൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുമാണ്. മത്തായി 4-ലും ലൂക്കാ 4-ലും ഒക്കെ മരുഭൂമിയിലെ പരീക്ഷ നമ്മൾ വായിക്കുമ്പോൾ പിശാചിനോട് ഈശോ മറുപടി പറയുമ്പോൾ, പിശാച് വന്ന് ഈശോയുടെ മുമ്പിൽ കല്ല് അപ്പമാക്കി കഴിച്ച് ആഹാരം കഴിച്ച് ശക്തി എടുക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഈശോ 40 ദിവസം ഉപവസിച്ചിട്ട് ആയിരിക്കുകയാണെങ്കിൽ പോലും ഈശോ പറയുകയാണ്, ദൈവത്തിൻ്റെ ആധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്. അപ്പോൾ മനുഷ്യൻ ജീവിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഈശോ കൃത്യം വെളിപ്പെടുത്തുകയാണ്, പഠിപ്പിച്ചു തരികയാണ്. ദൈവത്തിൻ്റെ ആധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന, ദൈവത്തിൻ്റെ ഉള്ളത്തിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുക. അത് വലിയൊരു ഭക്ഷണമാണ്, പോഷകമാണ്, കരുത്താണ്. അത് ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ അപ്പുറം വരുന്നതാണ്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചിന്ത വരും, ഇതിച്ചിരി അതിന് കിടന്ന ആത്മീയ ചിന്തയല്ലേ, ഇതുപോലെ നടക്കുന്ന കാര്യമാണോ, ആദ്യം വല്ലതും തിന്നാൻ വേണ്ടേ, എന്നിട്ട് വല്ലേ ദൈവത്തിൻ്റെ കാര്യവും ദൈവത്തിൻ്റെ വചനവും ഒക്കെ നമുക്ക് പറ്റുള്ളൂ, വിശക്കുന്നവന് അപ്പത്തിന് രൂപത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത് എന്നൊക്കെയുള്ള ചൊല്ലുകളൊക്കെ നമുക്കറിയാം. അതിനെല്ലാം പ്രസക്തിയുണ്ട്, അതിനൊക്കെ സാങ്കത്യമുണ്ട്. എങ്കിൽ പോലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. അപ്പസ്തല പ്രവർത്തനങ്ങളിൽ 17-ാമത്തെ അധ്യായത്തിൽ തെസ്സലോനിക്കയിൽ പൗലോസ് അപ്പസ്തലൻ പ്രസംഗിച്ച് എത്തുന്ന രംഗമാണ്. അവിടെ വരുമ്പോൾ അവിടെ ജാസൻ എന്ന പേരായ ഒരു മനുഷ്യനാണ് അപ്പസ്തലനും കൂട്ടാളിക്കും വീട്ടിൽ അഭയം കൊടുക്കുന്നത്. അവിടെ താമസിച്ചുകൊണ്ട് പൗലോസ് അപ്പസ്തലൻ ഇങ്ങനെ പ്രസംഗിച്ചു കുറേ ദിവസങ്ങൾ. അപ്പോഴേക്കും തെസ്സലോനിക്കയുടെ കുറേ യഹൂദരെല്ലാം കൂടെ വല്ലാണ്ട് ക്ഷോഭിച്ച് പൗലോസിനെതിരെ ബഹളമായിട്ട് വരുന്നു. അവർ കുറേ ആൾ ഒരുമിച്ച് കൂടിയിട്ട് ജാസന്റെ ഭവനത്തിൽ വന്ന് തള്ളി കയറുകയാണ് പൗലോസിനെ പിടിക്കാൻ. പക്ഷേ പൗലോസിനെ ജാസൻ പെട്ടെന്ന് അവിടെ മാറ്റി, അതുകൊണ്ട് പൗലോസിനെ പിടിക്കാൻ കിട്ടിയില്ല. അപ്പോൾ അവർ ജാസനെ മറ്റും പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് അവിടെയുള്ള അധികാരികളുടെ പക്കൽ കൊണ്ടുവന്നിട്ട് പറയുന്നൊരു കമൻ്റുണ്ട്, ഇതാ ലോകത്തെ തലകീഴ് മറിച്ച
ഈ മനുഷ്യര് ഇവിടെയും വന്നിരിക്കുന്നു. ജാസൻ അവർക്ക് ആതിഥ്യം കൊടുത്തു. അപ്പൊ ലോകത്തെ തലകീഴ് മറിച്ച മനുഷ്യർ എന്ന് പറഞ്ഞ പൗലോസിനെ കുറിച്ച് അവർ പറയുമ്പോൾ എന്താ അതിൻ്റെ സൂചന? പൗലോസ് ലോകത്തെ എവിടെയാണ് തലകീഴും മറിച്ചത്? നമുക്കറിയാം, പൗലോസ് തന്നെ തലകീഴും മറിഞ്ഞാണ് സാവൂളായിരുന്ന അവസ്ഥയിൽ നിന്ന് പൗലോസായിട്ട് മാറിയത്. അപ്പോൾ ഡമാസ്കസുള്ള വഴിയിൽ കുതിരപ്പുറത്തുനിന്ന് താഴെ വീണു. അതൊരു തലകീഴ് മറിച്ചിലായിരുന്നു. അങ്ങനെ പൗലോസിനെ തലകീഴ് മറിച്ചത് ഈശോയാണ്. അപ്പൊ ആ ഈശോയുടെ സുവിശേഷം എടുത്തുകൊണ്ട് പൗലോസ് പ്രസംഗിച്ച് നടക്കുമ്പോൾ ആ പുതിയ ജീവിത രീതി, എന്നതാ പുതിയ മാർഗം, നസ്രാണികള്, അങ്ങനെ ക്രിസ്ത്യാനികള്, അങ്ങനെ മാർഗം കൂടിയവർ, പുതിയ മാർഗത്തിലേക്ക് വന്നവര് അങ്ങനെ പഠിപ്പിച്ച് നടക്കുമ്പോഴാണ് അവരെ കുറിച്ച് പറയുന്നത് ഇവർ തലകീഴ് മറിച്ചവർ. അപ്പൊ നമുക്കറിയാം, പൗലോസ് അല്ല, ഈശോയാണ് തലകീഴ് മറിച്ചത്. അവർ പറഞ്ഞ വാക്ക് വെച്ച് നോക്കിയാൽ ഈശോ പക്ഷെ എവിടെയാണ് മനുഷ്യരെ തലകീഴ് മറിച്ചത്? മനുഷ്യർ തലകീഴ് മറിക്കാനാണ് ഈശോ വന്നത്? അങ്ങനെയല്ല. വാസ്തവത്തില് വിശുദ്ധ ഗ്രന്ഥ വെളിപാട് നമ്മൾ വായിക്കുമ്പോൾ മനുഷ്യ മക്കളെ തലകീഴ് മറിച്ചത് പിശാചാണ്, സാത്താനാണ്. പറുദീസയില് തലകീഴ് മറിച്ചു കഴിഞ്ഞപ്പോൾ അവന് ചൂണ്ടിക്കാണിച്ചതായ ആ പഴം അത് രുചിയുള്ളതാണ്, ആസ്വാദ്യകരമാണ്, തിന്നാൻ നല്ല രസമാണ്. ആ ഒരു ചിന്തയിലേക്ക് ഹവ്വ വന്നുവെന്ന് 33 ആദ്യ വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് അവൾ അത് കൈ നീട്ടി പറിച്ച് തിന്നു. അപ്പൊ അവിടെ ഈ ശരീരത്തിന്റെ രുചി വെച്ച് ഈ പഴം തിന്ന് ശരീരത്തിന് കരുത്തിറക്കാൻ നോക്കിയപ്പം അവള് മാറ്റിവെച്ചത് ദൈവത്തിന്റെ വചനത്തെയാണ്. ദൈവം പറഞ്ഞിരുന്നു, ആ വൃക്ഷത്തിന്റെ പഴം തിന്നരുത്, അതിന് ദിവസം നീ മരിക്കും. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ വാക്ക്, ദൈവത്തിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്ക്, അതുകൊണ്ട് മനുഷ്യൻ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിച്ചു വന്നിരുന്ന ഹവ്വയും ആദത്തെയും സർപ്പം ദൈവത്തിന്റെ വാക്കെടുത്ത് ദൂരെ കള. അതിന് പകരം ഈ മരത്തിന്റെ പഴം തിന്നു. ശരീരത്തിന്റെ അനുഭവങ്ങള്, ജഡത്തിന്റെ ആസ്വാദനങ്ങള്, ലോകത്തിന്റെ രസങ്ങള്, അങ്ങനെയുള്ള തലത്തിലേക്ക് ഹവ്വയെ സർപ്പം തലകീഴ് മറിച്ചു. അപ്പൊ ദൈവത്തിന്റെ വചനത്തിനും ഒന്നാം സ്ഥാനം, അതിനെ തലയായിട്ട് പൊക്കിപ്പിടിച്ച് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്ന അവസ്ഥയിൽ നിന്നും ആ ദൈവത്തിന്റെ വചനത്തെയും ദൈവിക കാര്യങ്ങളെയും അടിയിലേക്ക് മണ്ണിലേക്ക് ഇട്ടിട്ട് ദൈവം താഴെ വെച്ചിരുന്ന ജഡത്തെയും ലോകത്തെയും അതിന്റെ മോഹങ്ങളെയും അനുഭവങ്ങളെയും ആസ്വാദനങ്ങളെയും തലഭാഗത്തേക്ക് പൊക്കി വെച്ചു. ഇതാണ് തലകീഴ് മറിച്ച യഥാർത്ഥ സംഭവം. അങ്ങനെ തലകീഴ് മറിഞ്ഞ മനുഷ്യന് കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ഞെരുക്കോ സാത്താനിക അവസ്ഥ നീങ്ങുമ്പോൾ ഈശോ ഭൂമിയിലേക്ക് വന്നിട്ട് ദൗത്യം ആരംഭിക്കുമ്പോൾ 40 ദിവസം ഭക്ഷണം മാറ്റിവെച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു. സാത്താൻ വന്നിട്ട് ആദ്യത്തെ മാതാപിതാക്കളെ വീഴിക്കാൻ നോക്കിയവർ തന്നെ ഇവിടെയും അപ്പം തിന്നുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഹവയോടും തിന്നുന്നതിനെ കുറിച്ചാണ് ആ സർപ്പം പറഞ്ഞത്. ഇവിടെ ഈശോയോടും തിന്നുന്ന കാര്യമാണ് പറയുന്നത്. നീ ശരീരത്തിന്റെ അവസ്ഥ കണ്ടില്ലേ, ഈ കല്ല് അപ്പമാക്കിയിട്ട് കഴിച്ചേ. അപ്പൊ ഈശോ കഴിക്കാനല്ല പോകുന്നത്, മറിച്ച് എൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നിടത്താണ് എൻ്റെ ഭക്ഷണം. എൻ്റെന്ന് വെച്ചാൽ മനുഷ്യ മക്കളുടെ യഥാർത്ഥമായ ഭക്ഷണം കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് യോഹന്നാൻ 4 ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. പിതാവിൻ്റെ ഹിതം അനുസരിച്ച് ആ ശമരിയക്കാരി യുവതിയെ ദൈവത്തിൻ്റെ മകരേക്ക് പാപമോചനത്തിലുള്ള മാനസാന്തരത്തിലേക്ക് നയിച്ചു കഴിഞ്ഞപ്പം ഈശോയ്ക്ക് നിറഞ്ഞു ദൈവത്തിൻ്റെ വഴി നടക്കാൻ. അപ്പോൾ നമുക്കിന്ന് ദൈവത്തിൻ്റെ വചനം അത്ര കരുത്ത് ഉള്ളതായിട്ട്, നിറവ് തരുന്നതായിട്ട്, ഭക്ഷണം പോലെ നമുക്ക് തൃപ്തിയും നിറവും വിശപ്പും ദാഹവും തീർക്കുന്നതുമായിട്ട് അനുഭവപ്പെടാത്തതിൻ്റെ കാരണം നമ്മൾ ഈശോയിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ സ്വർഗീയ അപ്പായുടെ മോനും മോളും എന്ന രീതി തല നേരെയായ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും നമ്മൾ ലോകത്തിൻ്റെ രീതി തന്നെ ജീവിച്ചു പോവുകയാണ്. ലോകത്തോടുള്ള മൈത്രി, ജഡത്തോടുള്ള താല്പര്യങ്ങൾ. 1 കൊറിന്തോസ് 3 ആദ്യ വാക്യങ്ങൾ അപ്പോസ്തലൻ കൊറിന്തോസിലെ തന്നെ പറയപ്പെട്ട മക്കളെ അല്പം ശകാരിച്ചുകൊണ്ട് പറയുന്നത് പോലെ നിങ്ങൾക്കിടയിൽ വഴക്കുകളും തർക്കങ്ങളും അസൂയകളും ഭിന്നിപ്പുകളൊക്കെ ഉണ്ടാകുന്നത് നിങ്ങളുടെ ജഡത്തിൻ്റെ ദുരാശകൾ അതിനെ തിരുത്തി പോകുന്നതുകൊണ്ടല്ലേ. നിങ്ങളിപ്പോഴും ലോകത്തിൻ്റെ ജഡത്തിൻ്റെ ആൾക്കാരാണ്. ഇതുവരെ നിങ്ങൾ ഒന്ന് ജനിച്ച് വളർന്ന് ദൈവത്തിൻ്റെതായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ വഴക്കടിക്കുന്നത്. ഞാൻ അപ്പോളോസിൻ്റെതാണ്, ഞാൻ പൗലോസിൻ്റെ വഴക്കടിക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങളിപ്പോഴും ജഡികരാണ്. ജഡത്തിൻ്റെ മേഖല, ലോകത്തിൻ്റെ മേഖല
ഈ പഴം തിന്നുക, അതിൻ്റെ രസം, അവിടെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. ഒരുമിച്ച് കൂടെ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചുള്ള ഭിന്നിപ്പിൻ്റെ കാര്യമൊക്കെ പിന്നീട് അപ്പോസ്തലൻ 1:11 പറയുന്നുണ്ട്, ഇങ്ങനെ വഴക്കിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ അവിടെ പറയുന്നത്, നിങ്ങളിപ്പോഴും പൈതങ്ങളെ വളർന്നിട്ടില്ല, നിങ്ങളിപ്പോഴും തല നേരെ പിടിച്ച് നടക്കാറായിട്ടില്ല. ഒരു കൊച്ചു പിറന്ന് വീഴുമ്പോൾ തല ഇങ്ങനെ വെച്ച് കിടക്കുകയുള്ളൂ, തല നേരെ പിടിക്കാൻ പോലും അതിന് കുറേ ആഴ്ചകൾ മാസങ്ങളിലേക്ക് പറ്റുകയല്ല. അപ്പോൾ നമ്മൾ ആത്മീയമായിട്ട് ജനിക്കുമ്പോഴേ നമുക്ക് തലയോ നേരെ പിടിച്ച് തമ്പരം വെച്ച തല കീഴായിപ്പോൾ തല നേരെയാക്കുന്ന അവസരം വരണം. അപ്പം തെസ്സലോനിക്കയിലെ ആൾക്കാർ പൗലോസിനെക്കുറിച്ച് പറഞ്ഞ ആക്ഷേപം, തലകീഴ് മറിച്ചവരാ. നമ്മൾ തലകീഴ് മറിഞ്ഞവരായോ എന്ന് ചിന്തിക്കണം. തലകീഴ് മറിഞ്ഞവർ ഏത്? സാത്താൻ്റെ മുൻപിൽ തലകീഴ് മറിഞ്ഞു. സാത്താൻ പൊക്കി വെച്ചതല്ല, ദൈവം പൊക്കി വെച്ചു. ഈശോ മറിച്ചത് കയറി വന്നോ? ആ അവസ്ഥയിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, എനിക്ക് വേണ്ട ഒന്നാമത്തെ ഭക്ഷണം ദൈവത്തിൻ്റെ വചനമാണ്. മത്തായിയുടെ സുവിശേഷം 24:45 തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കാൻ യജമാനൻ നിയമിച്ചാക്കി വിശ്വസ്തന് വിവേകമേ ഭൃത്യനാരാ, കാര്യസ്ഥനാരാ ചോദിക്കുന്ന ഭാഗം. ആ ചോദ്യത്തിന് ഉത്തരം നമ്മൾ ഓരോരുത്തരുമാണ്, അപ്പസ്തലനാണെന്ന് ഈശോ അപ്പസ്തലനോട് പറയുകയാണ്. അങ്ങനെയുള്ള യജമാനൻ്റെ ഹിതമനുസരിച്ച് യജമാനൻ്റെ ഭവനത്തിലുള്ള ക്രിസ്തു ഭക്ഷണം കൃത്യമായിട്ട് കൊടുത്ത ഒന്നാമത്തെ കാര്യസ്ഥൻ ഈശോ തന്നെയാണ്. അതായത് യോഹന്നാൻ സുവിശേഷം 17:6-7 വാക്യങ്ങളിൽ, ഈ ലോകത്തിൽ നിന്ന് അങ്ങേക്ക് നൽകിയവർ അവർ അങ്ങയുടേതായിരുന്നു, അവരെ അങ്ങേക്ക് നൽകി 3 വർഷം കൊടുത്ത് കൊണ്ടാക്കാൻ കാര്യസ്ഥതയാണ്. അപ്പോൾ ഈശോ അവർക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ എന്താണ്? കൃത്യസമയത്ത് ഭക്ഷണം കൊടുത്തത് എന്താണ്? അങ്ങയുടെ വചനം ഞാൻ അവർക്ക് കൊടുത്തു ഉണ്ടോ? ഇതാ ഈശോ ആദ്യം പറയുന്നത്. അപ്പൊ കൃത്യസമയത്ത് ഭക്ഷണം യജമാനന്റെ ഹിതമനുസരിച്ച് കൊടുക്കാൻ ഈ കാര്യസ്ഥനായ ഈശോ ഭൂമിയിലായിരുന്നപ്പോൾ 12 പേരുടെ കാര്യത്തിൽ നോക്കിയപ്പോൾ ഈശോ പറയാണ്, അവസാനം കണക്ക് കൊടുക്കുമ്പോൾ അങ്ങയുടെ വചനം ഞാൻ അവർക്ക് കൊടുത്തു. വചനത്തെ ഭക്ഷണമാക്കി പരാമർശിക്കുന്ന വചനഭാഗങ്ങൾ നമുക്ക് ബൈബിളിൽ പല പ്രാവശ്യം കാണാനായിട്ട് പറ്റും. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 1, 2, 3 വാക്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവുമല്ലോ. അവൻ എന്നോട് പറഞ്ഞു, മനുഷ്യപുത്ര, നീ കാണുന്ന ഈ ചുരുൾ ഭക്ഷിക്കുക, എന്നിട്ട് പോയി ഇസ്രായേൽ ഭവനത്തിൽ സംസാരിക്കുക. ഞാൻ വാ തുറന്നു, അവൻ ആ ചുരുൾ എനിക്ക് ഭക്ഷിക്കാൻ തന്നു. അവൻ പറഞ്ഞു, മനുഷ്യപുത്ര, ഞാൻ തരുന്ന ഈ ചുരുൾ ഭക്ഷിച്ചു വയറ് നിറയ്ക്കുക. ഞാനത് ഭക്ഷിച്ചു, എൻ്റെ വായിലത് തേൻ പോലെ മധുരിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്. വായിൽ തേൻ പോലെ മധുരിച്ചു. ഇത് ഭക്ഷിച്ചു വയറ് നിറയ്ക്കാൻ പറയുകയാണ്. ഈ ചുരുള് ദൈവത്തിന്റെ വചനമാണ്. ആ വചനം ഭക്ഷിച്ച് വയറ് നിറയ്ക്കണം. ജെറമ്യയുടെ പുസ്തകത്തിൽ നമുക്ക് ഇത് തന്നെ കാണാനായിട്ട് സാധിക്കും. 15-ാമത്തെ അധ്യായത്തില് 16-ാമത്തെ തിരുവചനത്തിൽ, അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. അങ്ങയുടെ വചനം കണ്ടെത്തിയപ്പോൾ ഞാനത് ആനന്ദത്തോടെ ഭക്ഷിച്ചു, എനിക്കത് ആനന്ദ അമൃതമായി, സന്തോഷമായി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതെന്നെ വെളിപാട് പുസ്തകം കാണാനായിട്ട് സാധിക്കും. വെളിപാട് പുസ്തകത്തില് 10-ാമത്തെ അധ്യായത്തില് 8, 9, 10 വാക്യങ്ങളിൽ, അവിടെ 9-ാം വാക്യം, ഞാൻ ദൂതന്റെ അടുത്ത് ചെന്ന് ആ ചെറിയ ചുരുൾ ചോദിച്ചു. അവൻ പറഞ്ഞു, ഇതെടുത്ത് വിഴുങ്ങുക. വിഴുങ്ങി ഭക്ഷണം കഴിക്കുന്ന ആർത്തിയുടെ പരിപാടിയാണ്. ചവച്ച് വെച്ച് കുറേശ്ശെയല്ല, വിഴുങ്ങുക, ഒന്നും കളയാനില്ല, വെട്ടു വിഴുങ്ങിക്കുമെന്ന് പറയല്ലേ, വിഴുങ്ങുക. നിന്റെ ഉദരത്തിൽ അത് കയ്പായിരിക്കും, എന്നാൽ വായിൽ തേൻ പോലെ മധുരിക്കും. ഞാൻ ദൂതന്റെ കയ്യിൽ നിന്ന് ചുരുൾ വാങ്ങി വിഴുങ്ങി, അതെൻ്റെ വായിൽ തേൻ പോലെ മധുരിച്ചു, എന്നാൽ വിഴുങ്ങിയപ്പോൾ ഉദരത്തിൽ അത് കയ്പായി മാറി. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നല്ല മാധുര്യം ഉണ്ടാവും, രുചി അനുഭവപ്പെടും. പക്ഷേ അതനുസരിച്ച് ജീവിക്കാൻ രംഗത്തിരിക്കുമ്പം ഞെരുക്കങ്ങളും സഹനങ്ങളും പോരാട്ടവും കുരിശും ഒക്കെ വരും. അതാണ് വായിൽ തേൻ പോലെ മധുരിച്ചു, പക്ഷേ ഉള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് കയ്പിൻ്റെ അനുഭവം വന്നു. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഈശോയുടെ പ്രബോധനം കേട്ടിരിക്കുമ്പം ഒരു മനുഷ്യൻ പറയുകയല്ലേ, ദൈവരാജ്യത്തിൽ വിരുന്നിനിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങനെ കേട്ടിരുന്നെങ്കിൽ അപ്പോൾ ഈശോ പറയുന്നൊരു ഉപമയുണ്ട്. ഒരു മനുഷ്യൻ വലിയ വിരുന്നൊരുക്കി എല്ലാവരെയും ക്ഷണിച്ചു. സമയമായപ്പോൾ ഓരോരുത്തരും ഒഴികഴിവ് പറയാൻ തുടങ്ങി. വയൽ വാങ്ങിച്ചു, കല്യാണം കഴിഞ്ഞുള്ളൂ, കാളയെ വാങ്ങിച്ചു. ഇത് പറഞ്ഞ് ഈശോ പറയുകയാണ്, ഇങ്ങനെയാണ് നിങ്ങൾ കേൾക്കുമ്പോൾ കൊള്ളാമെന്ന് പറയും, പക്ഷേ കാര്യത്തിനടുത്ത് വരുമ്പോൾ അതിന് വില കൊടുക്കാൻ തയ്യാറാണോ? ത്യാഗം കൊടുക്കാൻ തയ്യാറാണോ? ഇല്ല. അപ്പോൾ ഇത് ആനന്ദാമൃതമായിട്ട് തേൻ പോലെയുള്ള അനുഭവം വചനത്തിലുണ്ട്, പക്ഷേ അതിനുള്ള വില കൊടുക്കൽ ഇങ്ങനെ ഒരു ത്യാഗത്തിൻ്റെ, ഞെരുക്കത്തിൻ്റെ, കുരിശിൻ്റെ അനുഭവം കൂടിയുണ്ട്. പക്ഷേ ഈ വചനത്തിൻ്റെ അപ്പം ഭക്ഷണം നമുക്ക് കഴിച്ച് അതിൻ്റെ കരുത്തെടുക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറയുമ്പോൾ ഒന്നാമത് അവിടെ അർത്ഥമാക്കേണ്ടതും
ദൈവമേ അങ്ങയുടെ ഹിതം ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണേ. അങ്ങയുടെ വചനത്തിൻ്റെ അപ്പം ഞങ്ങൾക്ക് തരണേ. അത് പൂർത്തീകരിച്ചുകൊണ്ട് ഞങ്ങൾ നിറവോടെ ജീവിക്കട്ടെ എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.